ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കടമക്കുടിയുടെ അതിമനോഹരമായ വിഷ്വൽസാണ് പങ്കുവെക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നൽകിയ വലിയ സ്വീകരണത്തിന് ഒരുപാട് നന്ദി. ഒരുപാട് പേരാണ് കടമക്കുടിയുടെ അപ്ഡേഷൻസ്, ചാത്തനാട് കടമക്കുടി പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് വീഡിയോന് കമൻസുകളും അതേപോലെ തന്നെ ഒരുപാട് മെയിലുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിലാണ് ഒരു കൊച്ചു വിവരണം എന്ന പോലെ ഞാൻ കടമക്കുടിയുടെ രണ്ടാമത്തെ ഒരു വീഡിയോ അപ്ഡേഷൻ ഇവിടെ ചെയ്യുന്നത്. 1341 പ്രളയത്തിന് വെള്ളപ്പൊക്കത്തിന് രൂപം കൊണ്ട ഒരു കൊച്ചു ദ്വീപാണ് നമ്മുടെ കടമക്കുടി. 1341 കൊച്ചി അഴിമുഖം രൂപപ്പെട്ട പോലെ രൂപപ്പെട്ട കടമക്കുടി ഏകദേശം 14 ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു കൊച്ചു ഐലൻഡാണ്. പണ്ടൊക്കെ ഇതിനെ കടന്നാൽ കുടുങ്ങി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇങ്ങോട്ടെത്താൻ റോഡ് മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായില്ല. ബോട്ടും വഞ്ചികളുമാണ് അന്നത്തെ ആളുകൾ ഇവിടേക്കെത്താൻ ഉപയോഗിച്ചിരുന്നത്. 1963 വരെ ഇത് ചേരാനെല്ലൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മളിപ്പോൾ നിലവിൽ നോക്കിക്കാണുന്നത് ചാത്തനാടെന്ന് കടമക്കുടി എന്ന ദേശത്തോട്ട് വരുന്ന പുതിയ പാലത്തിൻ്റെ വിഷ്വലാണ്. അപ്പോൾ നമ്മുടെ കടമക്കുടിയിലോട്ട് ലാൻഡിങ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് നിങ്ങളീ കാണുന്നത്. കടമക്കുടിയുടെ 100% 16% താഴെ മാത്രമാണ് കരഭാഗമുള്ളത്. ബാക്കി ഫുള്ളും തോടുകളും കായലുകളും പുഴകളും ചേർന്ന ഒരു സമുച്ചയമാണ് കടമക്കുടി. നമുക്ക് പറവൂർ KMK പെരുമ്പടന്ന ആ റൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാത്തനാട് വന്നിട്ട് ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ കടമക്കുടിയിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ്. കടമക്കുടിയിലെ പുതിയ പാലത്തിൻ്റെ വീഡിയോ ഞാൻ ഏകദേശം 2 മാസം മുന്നേ അപ്ഡേറ്റ് ചെയ്തിരുന്നു. മാർച്ചിലാണിത് ഓപ്പൺ ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പാലത്തിൻ്റെ കംപ്ലീറ്റ് പുഴയിലുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ലാൻഡിങ് വർക്കുകളാണ് ഭാഗികമായി ബാക്കിയുള്ളത്. 2 സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാർച്ച് കഴിഞ്ഞ് ഏപ്രിലായി. അപ്പോൾ എന്തായാലും ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ ഒരു മെയ്യോട് കൂടി ഓപ്പൺ ആകുമെന്ന് നമുക്ക് വിചാരിക്കാം. പാലത്തിൻ്റെ അതിമനോഹരമായ വീതിക്കനുസരിച്ച് ഗ്രാമത്തിലെ റോഡുകൾ വളരെ ചെറുതാണ്. പാലത്തിൻ്റെ പണികളായി കഴിഞ്ഞാൽ അതിമനോഹരമായ പാലം നമുക്ക് കാണാം. ഏകദേശം പകുതിയിൽ വെച്ച് പാലത്തിലെ സെൻറ്റർ ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാഗികമായ പണികൾ ഇനിയും ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഉദ്ഘാടനത്തിന് ശേഷം മാത്രമേ പാലം യാത്ര യോജ്യമായിട്ട് അനുവദിച്ച് നൽകുകയുള്ളൂ. എന്തായാലും കടമക്കുടിയുടെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ്. ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന ഒരു അടിപൊളി ഏരിയയാണ് കടമക്കുടി. സായാഹ്നങ്ങളൊക്കെ എല്ലാവരും വന്ന് ഉല്ലസിക്കുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കടമക്കുടി. കടമക്കുടിയിൽ മുൻപൊക്കെ പറഞ്ഞിരുന്ന കൂടുതലും കടമക്കുടിക്കാരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം തന്നെയാണ്. ചെമ്മീൻ കൃഷി, അതേപോലെ തന്നെ ഈ ഒരു മാസങ്ങളിൽ വരുന്ന കാരനെൽ കൃഷി എന്നൊക്കെ പറഞ്ഞ പരിപാടികളാണ് കടമക്കുടിയിൽ കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പുറത്തൊക്കെ പോയി ജോലിയെടുത്ത് ഒരു വ്യവസ്ഥ തന്നെ മാറി വന്നിരിക്കുന്ന കാലമാണ്. കാരണം വെച്ചാൽ കാലത്തിനനുസരിച്ച് എല്ലാവരും മാറും അല്ലേ. അപ്പോൾ ആ ഒരു തൊഴിൽ മാത്രമായിട്ടല്ല, എന്നാലും മെജോറിറ്റി നമ്മുടെ കടമക്കുടിയിൽ ഇപ്പോഴും ചെമ്മീൻ കൃഷി, മീൻ കൃഷിയൊക്കെ തന്നെയാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരുപാട് പേര് ജീവിക്കുന്നത്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കാണുന്നത് മുൻപുണ്ടായിരുന്ന കടത്തിൻ്റെ ഭാഗങ്ങളും മറ്റുമാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുൻപ് നമ്മുടെ കടത്ത് ചാത്തനാട് ഭാഗത്തോട്ട് പോയിരുന്നത് കേട്ടോ. കടമക്കുടിയിൽ ലാൻഡാവുന്ന പാലത്തിൻ്റെ ആ പിയറിൻ്റെ ഭാഗത്തെ വഴികളാണ് നിങ്ങളീ കാണുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് പുതിയതായി ടാർ ചെയ്ത റോഡ് വരാനുള്ള പ്രവർത്തനങ്ങളും മറ്റും ആ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പുതിയ സർവീസ് റോഡാണ് നമ്മളീ കാണുന്നത്. മുൻപ് റൈറ്റ് സൈഡിലൂടെയും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഒരു സൈഡിലൂടെയും റോഡ് ക്ലിയറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടമക്കുടിയിലോട്ട് പ്രവേശിച്ച് കടമക്കുടിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പോണ വഴി ഇനി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു പാലത്തിൻ്റെ ആംബിയൻസ് കഴിയുമ്പോൾ തുടങ്ങിയുള്ള റോഡുകൾ വളരെ ചെറിയ റോഡുകളാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫ് ജീസസ് കോതാട്, പിന്നെ ഒരു ഫ്രാൻസിസ് UP സ്കൂളുണ്ട് പിഴല, പിന്നെ കടമക്കുടി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി വാർഡുകളാവട്ടെ വലിയ കടമക്കുടി, ചാരിയംതുരുത്ത്, ചേനൂര്, കാരിക്കാട്ടുതുരുത്ത്, കണ്ടനാട്, കോരമ്പാടം, കോതാട്, മൂലമ്പള്ളി ഈസ്റ്റ്, മൂലമ്പള്ളി വെസ്റ്റ്, പിഴല സൗത്ത്, പിഴല നോർത്ത്, പാല്യംതുരുത്ത്, കടമക്കുടി മുറിക്കൽ തുടങ്ങി അങ്ങനെ വാർഡുകൾ നീളുന്നു. അങ്ങനെ നീളുന്ന 13 വാർഡുകളാണ് നമ്മുടെ കടമക്കുടിയിലുള്ളത്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി ബ്ലോക്കിലെ ഒരു പഞ്ചായത്താണ് നമ്മുടെ സ്വന്തം കടമക്കുടി. വടക്ക് ഏഴിക്കര വരാപ്പുഴ പഞ്ചായത്തിൻ്റെ ഭാഗമായി, കിഴക്ക് ചേരാനെല്ലൂർ പഞ്ചായത്ത്, തെക്ക് മുളവുകാട് പഞ്ചായത്ത്, പടിഞ്ഞാറ് ഞാറക്കൽ, നായരമ്പലം പഞ്ചായത്തുകൾ എന്നിവയാണ് നമ്മുടെ കടമക്കുടിയുടെ അതിർവരമ്പുകൾ എന്ന് പറയാൻ. ചാത്തനാട് നിന്ന് കടമക്കുടിയുടെ വടക്കേ ഭാഗത്തോട്ട് പ്രവേശിച്ചാൽ ഇനി നമ്മൾ തെക്കേ ഭാഗത്തോട്ടാണ് യാത്ര. കടമക്കുടിയുടെ വടക്ക് നിന്ന് തെക്കോട്ടുള്ള യാത്ര.
കടമക്കുടിയുടെ നഗരമധ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ബാങ്കുകളും കടകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലം. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റിലോട്ടും ഒരു റോഡ് ലെഫ്റ്റിലോട്ട് പോകുന്ന റോഡാണ് കടമക്കുടിയിലോട്ട് എത്തിപ്പെടാനുള്ള ഏക കരമാർഗമുള്ള റോഡ്. വരാപ്പുഴ വഴി കരമാർഗം കടമക്കുടിയിലോട്ട് എത്തിപ്പെടാനുള്ള ഏക റോഡാണ് ആ കഴിഞ്ഞു പോയത്. ഇനി കടമക്കുടിയുടെ തെക്കേ അറ്റത്തോട്ട് കടമക്കുടിയിലെ വാട്ടർ മെട്രോയുടെ പുതിയ ഓഫീസും പരിസരങ്ങളാണ് ഇനി നമ്മുടെ അടുത്ത ദൃശ്യത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്ന വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ശോഷിച്ച ചെറിയ റോഡുകളാണ്. ഈ റോഡിൻ്റെ വീതി കൂട്ടുന്ന കാര്യങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. കടമക്കുടിയിലെ ഏറ്റവും പ്രസിദ്ധമായ മനോഹരമായ ഷാപ്പിലോട്ടുള്ള 2 വഴികളാണ് കാണുന്നത്. കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പുഴയും അതിനോട് ചേർന്നുള്ള വരമ്പുകളുമാണ് കടമക്കുടിയുടെ മെയിൻ അട്രാക്ഷൻ. ഒരുപാട് പേരാണ് ഫോട്ടോഷൂട്ടിനായി ഇവിടെ എത്തിപ്പെടുന്നത്. കടമക്കുടിയുടെ ഇക്കരെയുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അവസാന വീഡിയോയിലും പണികൾ നടക്കുന്നു. ഇപ്പോഴും പണികൾ പുരോഗമനമില്ലാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാലും പണികൾ നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നല്ല വെയിലി ഏറ്റത്തിൻ്റെ സമയമാണ്. വെള്ളമെല്ലാം പുഴയിൽ നിന്ന് കരയിലോട്ട് കയറുന്ന ഒരു പ്രതിഭാസം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു. നിലവിൽ ഈ ഒരു ചങ്ങാടമാണ് ഈ ഒരു ഭാഗത്ത് നിലവിലുള്ളത്. ഇത് നമ്മുടെ കടമക്കുടിയുടെ തെക്കേയറ്റം. പുതിയ പാലത്തിൻ്റെ ഭാഗത്തുണ്ടായ ചങ്ങാടം ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിലവിൽ വളരെ സാഹസികത നിറഞ്ഞൊരു യാത്രയാണ്. 2 വഞ്ചിയിൽ ഒരു ഇരുമ്പ് തകിട് വെച്ച് 2 പിടുത്തത്തിൽ മാത്രം അക്കരയിലോട്ടും ഇക്കരയിലോട്ടും പോകുന്ന കടമക്കുടി നിവാസികൾ. അവർക്കിതൊരു പുത്തരിയല്ല. എന്നാൽ പുറത്തു നിന്ന് കാഴ്ച കാണാൻ വരുന്നവർക്കിതൊരു കൗതുകമാണ്. വളരെ വൈകാതെ മൺമറഞ്ഞു പോകാനുള്ള ഒരു പഴയകാല ചങ്ങാടം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരിക്കലെങ്കിലും നമ്മളിതിൽ എക്സ്പ്ലോർ ചെയ്യണം. ജീവിതത്തിൽ ചിലപ്പോൾ ഇനി ഇത് ആസ്വദിക്കാൻ പറ്റി എന്ന് വരില്ല. ഈയൊരു കടത്ത് വഞ്ചി പോകുന്ന അക്കരെയും പുതിയ ഒരു മെട്രോ സ്റ്റേഷൻ കാണാം. അതിൻ്റെ തൊട്ടു ബാക്കിലായി വലിയൊരു വാട്ടർ ടാങ്കും അതിൻ്റെ പുറകിലായി കുറച്ച് കൂടി പാടവരമ്പുകളും അതിനുശേഷം നമ്മുടെ പുതിയ പിഴല പാലവുമൊക്കെയാണ്. ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഏതാനും 3 മാസങ്ങൾക്ക് മുന്നെടുത്ത അതിമനോഹരമായ വിഷ്വലെന്ന് എനിക്ക് സ്വയം തോന്നിയതും ഒരുപാട് പേർ കണ്ട് നന്ദി അറിയിച്ചതുമായ നമ്മുടെ കടമക്കുടിയുടെ ഫുൾ വിഷ്വൽ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം. അതിമനോഹരമായ കടമക്കുടിയുടെ പുഴയിലൂടെ വളരെ കാം ആൻഡ് ക്വയറ്റായി പുഴ പോലും അറിയാതെ ഒഴുകി വരുന്ന നമ്മുടെ ഒരു ഹൗസ് ബോട്ടാണ്. അതിമനോഹരമായൊരു ഹൗസ് ബോട്ടാണ് കേട്ടോ. ഹൗസ് ബോട്ടിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാലും കയാക്ക് സൗകര്യങ്ങളൊക്കെ മുന്നേ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ അടയാളങ്ങൾ പോലുമില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം. ആ ഒരു ഭാഗത്തായിട്ട് കയാക്കിങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി സായാഹ്നമായാൽ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കാം. കടമക്കുടിയെ നമുക്കിന്ന് ഉയർത്തി കാണാൻ പോവുകയാണ്. കടമക്കുടിയുടെ ആകാശ കാഴ്ചകളാണെങ്കിൽ നമുക്ക് കാണാൻ പോകും. കടമക്കുടിയുടെ തെക്കേ അറ്റത്തു നിന്ന് അങ്ങ് വടക്കേ അറ്റം വരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഫുള്ളും കായലാൽ ചുറ്റപ്പെട്ട നമ്മുടെ സ്വന്തം കടമക്കുടി. അപ്പോൾ അടുത്തൊരു സുന്ദരമായ വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരു ഗുഡ് ബൈ.